ഈ കാലഘട്ടത്തിലെ ഏറ്റവും ആവശ്യമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ നടപ്പിലാക്കുന്നതിനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഈ ബോക്സ് ഓണാവധി കഴിഞ്ഞ് വന്നവരുടെ എല്ലാ എച്ച്എംമാരും പ്രിൻസിപ്പാളന്മാരും ഈ ബോക്സ് വയ്ക്കണം. അധ്യാപകരുടെ ഭാഗത്ത് ഈ വിവരം അറിഞ്ഞാൽ പോലും റിപ്പോർട്ട് ചെയ്യാത്ത സംഭവമുണ്ട്. ഈ സ്കൂളിലും അതേപോലെ തന്നെ നേരത്തെ ഈ കുട്ടിക്ക് നേരെ മർദ്ദനം ഉണ്ടായ സമയത്ത് പ്രധാന അധ്യാപികരോടക്കം ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നാണ് കുട്ടി തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. പക്ഷേ ഈ സംഭവം പുറത്തോട്ട് വരുന്നില്ല. അധ്യാപകർക്ക് ഒന്നിൽ പേടിയാണ് രണ്ടാമത് സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ ബാധിക്കുന്ന വിഷയം. സ്കൂളിന്റെ റെപ്യൂട്ടേഷൻ ബാധിക്കുന്ന പ്രശ്നമായിരുന്നാലും പേടിയുടെ പ്രശ്നമായിരുന്നാലും മറ്റേതെങ്കിലും പരിഗണനയുടെ പ്രശ്നമായിരുന്നാലും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടിയുടെ സംരക്ഷണം, കുട്ടിക്ക് നല്ല മാനസികാവസ്ഥയിൽ കുട്ടിക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ നടപടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്താണല്ലോ കുട്ടി കറണ്ടടിച്ച് ഷോക്കേറ്റ് മരിച്ച സാഹചര്യം ഉണ്ടായത്. മാനേജ്മെന്റിനെ തന്നെ പിരിച്ചുവിട്ടില്ലേ? അവിടുത്തെ പ്രിൻസിപ്പാളിനെ സസ്പെൻഡ് ചെയ്തില്ലേ? എന്ന് മാത്രമല്ല, ചെയ്യാൻ കഴിയുന്നതിന് മാക്സിമം അതൊരു പകരം വയ്ക്കലല്ല എങ്കിൽ തന്നെ അത് കൊടുക്കാൻ വേണ്ടി നടന്നല്ലോ. ഇവിടുത്തെ ഈ സംഭവത്തിലും ആണോ നമ്മൾ രാവിലെ അന്വേഷണം നടത്തി വൈകുന്നേരം സസ്പെൻഡ് ചെയ്തത്? രാവിലെ അന്വേഷണം നടത്തി വൈകുന്നേരം സസ്പെൻഡ് ചെയ്ത് അതെ. പത്തനംതിട്ടയിൽ ഒരു ടീച്ചറിന് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ ഏതാണ്ട് 80 ലക്ഷം രൂപ മറ്റോ കൊടുക്കാനുണ്ടായിരുന്നു. അവിടുത്തെ സൂപ്രണ്ടും അതേപോലെ തന്നെ അവിടുത്തെ ക്ലർക്കന്മാരും എല്ലാം കൂടെ 4-5 മാസക്കാലമായി കൊടുക്കാതെ ഇങ്ങനെ അടവച്ച് ഇരിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഈ ടീച്ചറുടെ മകന് തമിഴ്നാട്ടിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം ലഭിച്ചത്. അവിടെ വലിയ കാശ് അടയ്ക്കണമായിരുന്നു. അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് കുട്ടിയുടെ അച്ഛൻ, ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ആത്മഹത്യ ചെയ്ത സംഭവം. രാത്രി നടന്നു. രാവിലെ ഞാൻ ഡയറക്ടറെ ചുമതലപ്പെടുത്തി 5 മണിക്ക് റിപ്പോർട്ട് വാങ്ങി. 5:30 മണിയായപ്പോൾ അവരെ 3 പേരെയും സസ്പെൻഡ് ചെയ്തു. അന്വേഷണത്തിന് വേണ്ടി ഒരു ഉന്നതതല IAS ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല കമ്മിറ്റി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിന്നും ഒരു വിട്ടുവീഴ്ചയില്ല. ഇതെല്ലാം ടീച്ചറിൻ്റെ ജോലി. ഇത് പഠിപ്പിക്കൽ മാത്രമല്ല, ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കൽ മാത്രമാണ് ടീച്ചർമാരുടെ ജോലിയെന്ന് ഒരു ടീച്ചർമാരും കരുതേണ്ട കാര്യമില്ല. അവിടെ വരുന്ന ഓരോ കുട്ടിയുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുക. ചിലപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണുക. അതിനുവേണ്ടിയാണല്ലോ കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞ. അതാണ് CM പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത്. ഓരോ കുട്ടിയും നമ്മുടെ ഓരോ ടീച്ചർമാരുടെയും ഓരോ അധ്യാപകരുടെയും സ്വന്തം കുട്ടിയാണെന്നുള്ള ബോധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇതൊന്നും കഴിഞ്ഞ കുറേ നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഇടപെടാത്തതിൻ്റെ ഫലമായി പല കാര്യങ്ങളും പുറത്തറിയുന്നില്ല. ഇടപെട്ട് കഴിഞ്ഞാൽ പൂർണ്ണമായി അങ്ങ് തുറച്ചു നീക്കാൻ കഴിയുമെന്ന് പറയുന്നില്ല. ഇപ്പം നമ്മൾ പക്ഷേ കുറേയെങ്കിലും അതിന് വ്യത്യാസം വരും. ഇപ്പോൾ ഇത് തന്നെ പറഞ്ഞല്ലോ, കുറച്ച് ചില അധ്യാപകരെങ്കിലും ഇത് 5 ദിവസമെങ്കിലും താമസിച്ച് വയ്ക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിക്കും. അങ്ങനെയാണെങ്കിൽ DG അത് കൈകാര്യം ചെയ്തോളൂ. അറസ്റ്റ് ചെയ്തവരെ അല്ല, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് സമ്പൂർണ്ണമായി അതൊരു കുടുംബ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമായതുകൊണ്ട് സമ്പൂർണ്ണമായി അതിൻ്റെ ഒന്നും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളിതിൽ ഇടപെടും. കുട്ടി സ്കൂളിൽ പഠിക്കുക കുട്ടിയാണ്, നമ്മുടെ കേരളത്തിൻ്റെ മോനാണ് അല്ലെങ്കിൽ മോളാണ്. അവർക്ക് നിയമവിരുദ്ധമായി കുട്ടികൾക്ക് ലഭിക്കേണ്ട സംരക്ഷണം എല്ലാ രംഗത്തും ഉണ്ട്. അച്ഛനായിരുന്നാലും അമ്മയായിരുന്നാലും വേറെ ഏത് ബന്ധുക്കളായിരുന്നാലും കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പാടില്ല. അപ്പോൾ അങ്ങനെ നിയമമുണ്ട്. അപ്പോൾ ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇടപെടും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ എത്ര ഉണ്ടെന്ന് സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്നോട് ചോദിച്ചതുപോലെ അങ്ങനെയുള്ള കുട്ടികളാണ് കൂടുതൽ അതിക്രമങ്ങൾക്ക് വിധേയമാവുന്നത്. അതിൻ്റെ ലിസ്റ്റ് എടുക്കാൻ ഞങ്ങൾക്ക് എളുപ്പമാണ്. ഡിപ്പാർട്ട്മെന്റിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്, വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ആ സ്കൂളിലെ പ്രധാന അധ്യാപിക ഒരു ഉത്തരവ് വാങ്ങിച്ചിട്ടുണ്ട്. സസ്പെൻഷൻ പാടില്ല എന്ന് കാണിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഒരു ഉത്തരവാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ എന്തെങ്കിലും തുടർ നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും? അല്ല, കോടതിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിധി പറഞ്ഞു. ഞങ്ങൾ കോടതിയെ ഇനി വീണ്ടും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കും.
കോടതി ഇനി തീരുമാനിക്കുകയാണ് അവിടെ ആത്മഹത്യ ചെയ്തതും അവിടെ നടന്ന ഈ കാശ് കൊടുക്കാത്തതും ഒക്കെ ശരിയാണെന്ന് കോടതി തീരുമാനിക്കണമെങ്കിൽ അങ്ങനെ ആവട്ടെ. സ്കൂൾ മാനേജറും പറഞ്ഞിരുന്നു സ്കൂളിനെ മാത്രം ബലിയാടാക്കാനുള്ള ശ്രമം അവിടെ നടക്കുന്നുണ്ട്. സ്കൂൾ മാനേജർ ന്യായമൊന്നും ഇവിടെ ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. സ്കൂൾ മാനേജർ ന്യായമൊന്നും അംഗീകരിക്കുന്നേ ഇല്ല. സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് അങ്ങേറ്റത്തെ പരിഗണനയും പിന്തുണയാണ് കൊടുക്കുന്നത്. പക്ഷേ ഒരാളുടെയും ജീവൻ വെച്ച് പന്താടില്ല. അവിടെ ഒരു ഉദ്യോഗസ്ഥനും ഒരു 4-5 ദിവസത്തിൽ കൊണ്ട് ഫയൽ കയ്യിൽ വയ്ക്കാനുള്ള ഒരു അധികാരവും കേരളത്തിലില്ല. കേരളത്തിലല്ല, ഇന്ത്യയിലില്ല. അതിൽ വകുപ്പ് തന്നെ പറയുന്നുണ്ടല്ലോ, റൂളുണ്ട്. ഇത്ര ദിവസമേ വയ്ക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാം. സസ്പെൻഷനല്ല, പിരിച്ചുവിടാനുള്ള അവകാശമുണ്ട്. അതെല്ലാം കോടതിക്ക് പിന്നെ നിയമം നോക്കിയല്ലേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. നിയമനിർമ്മാണം കോടതിക്ക് നടത്താൻ പറ്റില്ലല്ലോ. കോടതിക്ക് ഇപ്പം നിലവിലുള്ള നിയമം അനുസരിച്ച് പറയാം. ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിധി പറയാം. സ്റ്റേ എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യമാണ്. നിയമനിർമ്മാണം നടത്തിയിട്ട് ഉത്തരവിറക്കാനുള്ള അധികാരം കോടതിക്കില്ല.